പിള്ളേരെ സ്കൂളിലൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി വെക്കലാണ് ഇനിയുള്ള പണി. അടുക്കാന്ന് വെച്ചാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അടുക്കലൊന്നുമില്ല. ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഓരോ കണ്ടെയ്നറിലാക്കി അങ്ങനെ വെക്കണം. ഇതെല്ലാം RCMൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഞാൻ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് മോയ്സ്ചറൈസർ തീർന്നേക്കുമായിരുന്നു. അങ്ങനെ വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫ്ലോർ ക്ലീനറും അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണ കുക്കിങ്ങിന് യൂസ് ചെയ്യണ ഓയിലും 2-3 ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് സ്കൂളിലേക്ക് ഓലത്തി കൊടുത്തു വിടാനും ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള ഒരുമിച്ച് എന്തായാലും വാങ്ങും കേട്ടോ. കാരണം തീർന്നു കഴിഞ്ഞാൽ വാങ്ങാൻ ഞാൻ തന്നെ പോകണം, വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരുമിച്ച് വാങ്ങിച്ച് കേടാവാത്ത രീതിക്ക് അങ്ങനെ എയർ ടൈറ്റ് ആയിട്ടൊക്കെ വയ്ക്കലാണ് പതിവ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ മോൾഫൊക്കെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാലാണ് നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കണ്ടെയ്നറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നല്ല ഒതുങ്ങി ഫ്രിഡ്ജിൽ ഇരുന്നുള്ളൂ, ഒരുപാട് സ്പേസ് ഒന്നും അങ്ങനെ വേണ്ട കേട്ടോ. അപ്പോൾ ആ ബോക്സിൻ്റെ ലിങ്ക് ഉണ്ടോയെന്ന് കഴിഞ്ഞ ഏതൊക്കെയോ വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ലിങ്ക് ഒന്നും പ്രൊഡക്ട്സ് ഒന്നും ടാഗ് ചെയ്യാറേ ആയിട്ടില്ല. അതിന് കുറച്ചും കൂടെ കഴിയണം. 10K സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണ്. മീഷോന്ന് വാങ്ങിച്ചത് നമുക്ക് യൂട്യൂബിൽ ആഡ് ചെയ്യാനും പറ്റില്ല, ഫ്ലിപ്കാർട്ടൊക്കെയാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. സ്റ്റോറേജ് ബോക്സസ് എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. 6 ഒരുമിച്ച് വന്നൊരു പാക്കാണ് കേട്ടോ. പിന്നെ ഒരു ബോക്സിൽ തന്നെ 4 സെപ്പറേഷൻ വന്നൊരു ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ എനിക്ക് നോമ്പിനൊക്കെയാണ് കൂടുതൽ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനകത്തേക്ക് പയർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കിൻ്റെ ഫോണ്ടൻറ്റിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യണ കോൺഫ്ലോർ കഴിഞ്ഞേക്കണം. കാരണം അതും ഒരു വലിയൊരു പാക്കറ്റ് തന്നെ വാങ്ങിച്ചിട്ട് അതും അതിൻ്റെ കണ്ടെയ്നറിലാക്കി വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർ വരാറാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി ഉണ്ടാക്കിയ കുറച്ച് നെയ്ച്ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ആവിയായിട്ട് വെക്കുകയാണെങ്കിൽ പിള്ളേർക്ക് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കലുമായി, സാധനം തീരലുമായി. അങ്ങനെ അതൊന്ന് ആവിയായിട്ട് അതിനകത്തേക്ക് കുറച്ച് സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മിക്ക വീഡിയോസിനും പറഞ്ഞിട്ടുണ്ടല്ലോ, പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോൾ ഒന്നെങ്കിൽ രാവിലത്തെ ചായയുടെ കടി ഉണ്ടെങ്കിൽ കൊടുക്കും, അതല്ലെങ്കിൽ ചോറ് കൊടുക്കും. അപ്പോൾ പിന്നെ നെയ്ച്ചോറുള്ളതുകൊണ്ട് അത് കൊടുത്തു. പിന്നെ നമ്മൾ എന്തെങ്കിലും കടികൾ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അത് പിന്നെയാണ് കൊടുക്കലുള്ളൂ. അപ്പോൾ പരിപ്പ് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പരിപ്പോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇടാനുള്ള മുളക്, ഉള്ളി അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണതാണ് കേട്ടോ. അപ്പോൾ മുളകും കുറച്ച് സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ചോപ്പ് ചെയ്തിട്ട് അപ്പോൾ പിന്നെ പണി എളുപ്പമല്ലോ. ഒന്നും അരിഞ്ഞിടാൻ നിൽക്കണ്ട. പിന്നെ അരിഞ്ഞിട്ടാലും അതിനകത്ത് കയറി കടിച്ച് കഴിയുമ്പോൾ പിന്നെ അത് തിന്നാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല, പിള്ളേരൊക്കെ പിന്നെ തിന്നണ്ടാന്ന് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്തിടുന്നതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമില്ല. കറിവേപ്പില ആയാലും അരിഞ്ഞിടാൻ നിൽക്കാറില്ല. ഇതിൻ്റെ കൂടുതൽ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും എളുപ്പത്തിൽ തന്നെ ആയി കിട്ടും കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ അതിനകത്തിട്ട് അരച്ച സംഭവങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയുകൊണ്ട് തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങാനും എരിവ് കൂടി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ പരിപ്പോടെ പൊരിച്ചെടുക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ പിള്ളേർ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നെയ്ച്ചോറൊക്കെ എടുത്തുകൊണ്ടെങ്കിൽ 3 പേർക്കും വാരി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പരിപ്പോട് ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. പിന്നെ പരിപ്പോടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് മതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മദ്രസ പോണതിന് തൊട്ട് മുമ്പ് തന്നെ അതും 2-3 കഴിച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം നേരത്തെ ഞാൻ പരിപ്പോട് ഉണ്ടാക്കുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ കോരണ ചട്ടകത്തിലേക്ക് വെച്ചിട്ട് എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പേടിയൊന്നുമില്ല. ധൈര്യമായിട്ട് തന്നെ എണ്ണയിലേക്ക് നമ്മൾ കൈ മുട്ടാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രാക്ടീസ് ആയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോക്കിയാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് കൈ പൊള്ളാറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ ഡയറക്റ്റ് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ